to my class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് നമ്മളുടെ ജേണൽ എൻട്രീസോ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുടെ മറ്റു പോർഷൻസോ ഒന്നും തന്നെയല്ല. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 കൊമേഴ്സിന് ശേഷം കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒട്ടനവധി പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അതിലെ ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഓരോ പ്രൊഫഷണൽ എന്താണെന്ന്. ഡോക്ടേഴ്സിന് പ്രൊഫഷൻ ഉണ്ട്, എഞ്ചിനീയർ എന്ന് പറയുന്ന പ്രൊഫഷൻ ഉണ്ട്, കൊമേഴ്സിനെ സംബന്ധിച്ചോളം അക്കൗണ്ടന്റ്മാർ എന്നുള്ള പ്രൊഫഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളുടെ സ്ട്രീമിലെ ഏറ്റവും ഹയസ്റ്റ് പ്രൊഫഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു പ്രൊഫഷനാണ് ഇത് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ടോപ്പ് ലെവൽ പ്രൊഫഷനാണ് ഇത് ചാർട്ടേഡ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന് നമ്മൾ അപേക്ഷിക്കേണ്ടത്, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രത്തോളം വരുന്നുണ്ട്, ആർക്കൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന് അപേക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ നമ്മളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൽ വരുന്ന എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ പാസിംഗ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ അതിന്റെ സബ്ജക്റ്റുകൾ എങ്ങനെയൊക്കെയാണ്, സബ്ജക്ട്സ് എന്തൊക്കെയാണ്, എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. ഓക്കെ, സോ എന്താണ് ബേസിക്കലി ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു ജോബ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഓഡിറ്റ് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ തിളങ്ങി നിൽക്കാവുന്നതാണ്. ഇനി അതല്ല, സ്വന്തമായിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു ഓഡിറ്റിംഗ് ഫേം സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടിംഗ് ഫേം സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ജോലിയുടെ ഒരു ഭാവം, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജോലി വരുന്നത്? നോർമലി ഇന്ത്യയിലുള്ള എല്ലാ ബിസിനസിന്റെയും ഓഡിറ്റിംഗ് അവകാശം അല്ലെങ്കിൽ ബിസിനസിന്റെ അക്കൗണ്ടുകളുടെ ഓഡിറ്റിംഗ് നടത്താനുള്ള അവകാശമുള്ളത് ഒരേ ഒരു പേഴ്സൺ ആണ്. അതാരാണ്? രജിസ്റ്റേർഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കാണ്. രജിസ്റ്റേർഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ICAI-യിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ICAI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോഡിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഓഡിറ്റിംഗ് പേർപ്പസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ മുതൽ അതെല്ലാം കൃത്യമാണോ, അതായത് അക്കൗണ്ടന്റുമാർ, കമ്പനിയിലെ അക്കൗണ്ടന്റുമാർ തയ്യാറാക്കുന്ന അക്കൗണ്ട്സ് എല്ലാം കൃത്യമായിട്ടാണോ, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ പ്രകാരമാണോ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ പ്രകാരമാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, വിച്ച് മീൻസ് ഗ്ലോബലി അക്സെപ്റ്റഡ് രീതിയിലാണോ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയിട്ട് ഗവൺമെന്റിന് ഫൈനൽ ടാക്സേഷൻ പ്രൊസീജിയർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര്? ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓക്കെ, അപ്പം നോർമലി ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ജോലിയുടെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സുകളൊക്കെ എല്ലാം ഓഡിറ്റ് ചെയ്യുക, അത് പ്രോപ്പർ ആണോ എന്ന് നോക്കുക, അത് പ്രോപ്പർ ആണെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഓതറൈസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ പണി? ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ജോബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് വെറും 10ാം ക്ലാസ് എന്തായാൽ മതി, 10th എന്തായാൽ മതി, പാസ്സായാൽ മതി. എന്താണ്? 10th പാസ്സാണ്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും എന്ത് ചെയ്യാം? ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്? ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത്, അത് ഇനിയിപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും 10th കഴിഞ്ഞിട്ടാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ICAI.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം അതിന്റെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങളുടെ തൊട്ടടുത്തുള്ള റീജിയണൽ ചാപ്റ്ററിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ. റീജിയണൽ ചാപ്റ്റേഴ്സ്, ഇപ്പൊ നമുക്ക് ഇവിടെ തൊട്ടടുത്തുള്ള റീജിയണൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കോഴിക്കോട് നമ്മളുടെ പ്ലാനറ്റോറിയത്തിന് തൊട്ടടുത്ത് തന്നെ ICAI ഒരു റീജിയണൽ ചാപ്റ്റർ പ്രവർത്തിക്കുന്നുണ്ട്. പ്ലാനറ്റോറിയത്തിന് തൊട്ടടുത്ത് കോഴിക്കോട്. ഓക്കെ, ഇനി
നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പല ആളുകളും +2 കഴിഞ്ഞിട്ട് പോകുന്നു, ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അത് ആ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇനി എന്താണ് ഇതിന്റെ എക്സാം പാറ്റേൺ വരുന്നത്? ബേസിക്കലി ഇതിന് 3 നമ്മൾ പ്രൊഫഷണൽ കോഴ്സസിന്റെ ഒരു ഒട്ടുമിക്ക പ്രൊഫഷണൽ കോഴ്സസിന്റെയും സ്റ്റേജസ് പറയുന്നത് ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ എന്നിങ്ങനെയാണ്. അപ്പം ഞാൻ ഇവിടെ ആ ടെർമിനെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ CAയുടെ ഫൗണ്ടേഷൻ ലെവൽ എക്സാമിന് നമ്മൾ പറയുന്ന പേരാണ് CPT, കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അതിന്റെ ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് എക്സാമിനേഷൻ നമ്മൾ പറയുന്ന പേരാണ് IPCC, ഇന്റഗ്രേറ്റഡ് പ്രൊഫിഷ്യൻസി കോമ്പറ്റൻസി കോഴ്സ്, പ്രൊഫഷണൽ കോമ്പറ്റൻസി കോഴ്സ്. ദെൻ ഫൈനൽ തന്നെയാണ് പേപ്പർ വരുന്നത്, ഫൈനൽ പേപ്പർ. ഇനി കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4.5 ഇയേഴ്സ്, 4.5 വർഷമാണ് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. അതും 3 ഇയേഴ്സ് ആഫ്റ്റർ ഗ്രാജുവേഷൻ. ഗ്രാജുവേഷന് ശേഷം എങ്ങനെയാണ് 3 ഇയേഴ്സ് ആണ്. ഗ്രാജുവേഷന് മുന്നേ ആണെങ്കിൽ എങ്ങനെയാണ് 4.5 ഇയേഴ്സ് ആണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്യൂറേഷൻ വരുന്നത് എത്രയാണ്, ഡ്യൂറേഷൻ വരുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ 3 ഇയേഴ്സും ഡിഗ്രിക്ക് മുന്നേ ആണെങ്കിൽ 4.5 ഇയേഴ്സും ആണ് നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, ഇനി എക്സാമുകൾ ഏതൊക്കെ സമയത്താണ് എന്നുള്ളത്. ഒന്ന് നവംബർ മാസത്തിലും മറ്റൊന്ന് മെയ് മാസത്തിലുമാണ്. അതായത് വർഷത്തിൽ 2 തവണയായിട്ട് എക്സാം നടക്കും. 2 CPT, 2 IPCC, 2 ഫൈനൽ. ഒരു എക്സാം നവംബറിലാണെങ്കിൽ അടുത്ത എക്സാം വരുന്നത് മെയിലാണ്. ഒരു വർഷം നിങ്ങൾക്ക് അതായത് 2 അറ്റംപ്റ്റ് ചെയ്യാം. നവംബറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിലും എന്ത് ചെയ്യാം, എഴുതാം. ഇനി മെയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നവംബറിൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ഇനി ബേസിക്കലി എന്താണ് ഇതിന്റെ ഫീച്ചർ ഞാൻ പറഞ്ഞു. ഇന്ത്യയിലുള്ള ഏതൊരു കമ്പനിയോ അല്ലെങ്കിൽ ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചോളം ഓഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓഡിറ്റിംഗ് പെർപ്പസ് നടത്തണം എന്നുണ്ടെങ്കിൽ CA രജിസ്റ്റേർഡ് ആൻഡ് ICAI ആയിരിക്കണം എന്നുള്ളത്. ഇനി ഇത് കൂടാതെ CAക്കാരെ സംബന്ധിച്ചോളം മറ്റുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു കൺസൾട്ടൻസി എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്, CA അതിന്റെ കൺസൾട്ടൻസി എന്ന രീതിയിൽ സ്റ്റാർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഓരോ ഇൻഡിവിജ്വൽസിനും വരുന്ന ടാക്സ് ലയബിലിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് എത്ര ടാക്സ് അടയ്ക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പൊ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ആര് തരും, ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ തരുന്നതായിരിക്കും. ഇനി ബേസിക്കലി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഒരു ടാക്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്തിനെ പ്രോത്സാഹിപ്പിക്കരുത്, ടാക്സ് ഇവേഷനെ പ്രോത്സാഹിപ്പിക്കരുത്. ടാക്സ് ഇവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശം മറ്റൊന്നുമില്ല. അപ്പം ഞാൻ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ്, ഒരു വ്യക്തിയാണ്, ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ട ഒരാളാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിനെ പറ്റിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ, ടാക്സ് അടയ്ക്കാതെ പറ്റിക്കുകയാണെങ്കിൽ അതിനൊരു കാരണവശാലും എന്റെ CA കാരൻ എന്ത് ചെയ്യരുത്, എന്റെ ചാർട്ടേഡ് അക്കൗണ്ട് എന്ത് ചെയ്യരുത്, പ്രോത്സാഹിപ്പിക്കരുത്. അതിന് മറിച്ച് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ടാക്സ് അവോയ്ഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ലീഗൽ പ്രൊവിഷൻസ് നോക്കിയിട്ട് ഞാൻ എത്രയാണോ ടാക്സ് അടയ്ക്കാനുള്ളത് അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും റിബേറ്റോ ഡിസ്കൗണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കി തരാനുണ്ടോ, എക്സംപ്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ അതിന് പറയാം, എക്സംഷൻ ചെയ്ത് കിട്ടാനുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് എന്റെ ടാക്സിന്റെ ഭാരം കുറയ്ക്കാൻ ആർക്ക് സഹായിക്കാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്ക് സഹായിക്കുന്നതാണ്. ഇനി കമ്മിങ് ടു ലെവൽസ്, എക്സാമിന്റെ ലെവലിലേക്ക് പോകാം. അതായത് ഞാൻ പറഞ്ഞു 3 ലെവലാണ്. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, CPT ആണ്. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, IPCC ആണ്. തേർഡ് ലെവൽ ഫൈനൽ എക്സാം. 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം, 10th കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ 12th ശേഷമോ, കൊമേഴ്സിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. നിങ്ങൾക്ക് ഏത് മുഖാന്തരം പോവാം, 10th കഴിഞ്ഞാൽ അല്ലെങ്കിൽ 12th കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഏത് എക്സാം എഴുതാം, ഫസ്റ്റ് ലെവൽ ആയിട്ടുള്ള കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാം. ഇനി കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉള്ളത് എന്താണ്, 4 പേപ്പേഴ്സ് ആണ്. എത്ര പേപ്പേഴ്സ് ആണ്, 4 പേപ്പേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെ പേപ്പേഴ്സ് ആണെന്നും ഓരോ പേപ്പറിലും എത്ര മാർക്കാണെന്നും നെക്സ്റ്റ് ഞാൻ പറയാം. ഓക്കെ, ഇനി IPCC എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഐദർ യു ഷുഡ് പാസ് CPT. നിങ്ങൾ എന്ത് ചെയ്യണം, CPT എന്താവണം, പാസ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾ CPT പാസ്ഡ് ആവണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി, അതായത് UG പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, IPCC എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. അതായത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് CAക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു IPCC, ഇന്റഗ്രേറ്റഡ് പ്രൊഫഷണൽ കോമ്പറ്റൻസി കോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്.
അങ്ങനെ അപേക്ഷിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ ഡിഗ്രി ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ICAയിൽ പോയിട്ട് ഫോം വാങ്ങി, അല്ല നിങ്ങൾ ICA.org കയറി ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള റീജിയണൽ ചാപ്റ്ററിൽ പോയി കൊടുക്കുന്ന സമയത്ത് യു ഷുഡ് എൻക്വയറി ദാറ്റ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കൂടി അന്വേഷിക്കണം, തൊട്ടടുത്തുള്ള CA ഫേമുകൾ ഏതൊക്കെയാണ്, ഓരോ CA ഫേമിലും എത്ര വേക്കൻസീസ് ഉണ്ട്, ആർട്ടിക്കിൾഷിപ്പ് വേക്കൻസീസ് എത്രത്തോളം ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം. ഈ ആർട്ടിക്കിൾഷിപ്പ് വേക്കൻസിയിൽ ജോയിൻ ചെയ്യുകയും വേണം ഏതിന്റെ കൂടെ, നിങ്ങൾ IPCC ചെയ്യുന്ന സമയത്ത്. അതായത് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് പ്രോഗ്രാമിൽ എൻറ്റേർഡ് ആയിരിക്കണം. നിങ്ങൾ ഡയറക്റ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഡയറക്റ്റ് എൻട്രി ചെയ്യുകയാണ്, നിങ്ങൾ ഏതിൽ എൻഗേജ്ഡ് ആയിരിക്കണം, നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് പ്രോഗ്രാമിൽ എൻഗേജ് ആയിരിക്കണം. ഈ ആർട്ടിക്കിൾഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് 3 years ആണ്, 3 വർഷം ഒരു CA കാരന്റെ അണ്ടറിൽ നിങ്ങൾ ട്രെയിനിങ് ചെയ്യാണ്. നോട്ട് എ ട്രെയിനിങ് ആയിട്ടല്ല, ആർട്ടിക്കിൾ ആയിട്ട് എന്ന് വേണം നമുക്ക് അതിനെ പറയാം. അപ്പൊ എല്ലാ വർക്ക്സും എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ആ 3 വർഷം കൊണ്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ 3 വർഷം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, IPCC നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്ലിയർ ചെയ്താൽ മതി. ഈ 3 വർഷം കൊണ്ട് നിങ്ങൾ എന്താ മതി, IPCC നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. ഇനി IPCCയെ സംബന്ധിച്ചോളം 2 ഗ്രൂപ്പാണുള്ളത്. 2 ഗ്രൂപ്പിലും കൂടി ടോട്ടൽ 8 പേപ്പേഴ്സ്. 2 ഗ്രൂപ്പിലും കൂടി ടോട്ടൽ 8 പേപ്പേഴ്സ്, 8 പേപ്പർ. ഒരു ഗ്രൂപ്പിൽ 4, മറ്റൊരു ഗ്രൂപ്പിൽ 4 പേപ്പർ. ഇനി IPCC നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IPCC പാസ്ഡ് ആയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ എക്സാമിലേക്ക് പോകാം. ഫൈനൽ എക്സാം 2 ഗ്രൂപ്പാണ്, കോംപ്രമൈസസ് ഓഫ് 8 പേപ്പേഴ്സ്. 8 പേപ്പേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. ഓക്കെ, ഇതാണ് CAയുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്, എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് എക്സാമുകളുടെ എക്സാം പാസിംഗ് ക്രൈറ്റീരിയാസും ഓരോ ലെവൽ ഓഫ് എക്സാം അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് ഓഫ് എക്സാമിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റിനെ സംബന്ധിച്ചോളം ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിംഗ്, മെർക്കന്റൈൽ ലോ, ജനറൽ എക്കണോമിക്സ്, QA, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെ 4 പേപ്പേഴ്സ് ആണ് ഉള്ളത്. ഇതിൽ ഒട്ടുമിക്ക പേപ്പേഴ്സും നമുക്ക് പരിചയം, 10ാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന സമയത്ത് തീരെ പരിചയമില്ലാത്ത പേപ്പേഴ്സ് ആണ് ഇതെല്ലാം. അതായത് നമ്മൾ +2 കൊമേഴ്സിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് പുതുതായിട്ട് പഠിക്കാൻ കിട്ടുന്നതാണ് എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള വിഷയങ്ങളൊക്കെ. അതായത് 1 മുതൽ 10 വരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെ, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴികെ മറ്റു വിഷയങ്ങളൊന്നും തന്നെ നമുക്ക് ഇവിടെ വരുന്നില്ല, കൊമേഴ്സ് സ്ട്രീമിലേക്ക് വരുന്നില്ല. സോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, പുതിയ സബ്ജക്റ്റുകളാണ്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള വിവരം, നോളജ് ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, CAന്റെ എക്സാമിലേക്ക് പോയാൽ മതി എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. സോ അതുകൊണ്ട് +2 കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CPT എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. ഇനി ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിംഗ് 60 മാർക്സ് ആണ്, 40 മാർക്സ്, 50 മാർക്സ് ആൻഡ് 50 മാർക്സ്. അതായത് ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിംഗ് 60 മാർക്സ്, മെർക്കന്റൈൽ ലോ 50, ദെൻ ജനറൽ എക്കണോമിക്സ് 50, QA 50. ടോട്ടൽ മാർക്സ് വരുന്നത്, നിങ്ങൾക്കുള്ള ടോട്ടൽ മാർക്സ് വരുന്നത് 200 മാർക്സ് ആണ്. ഇതിൽ നിങ്ങൾ പാസ് ആവാൻ നിങ്ങൾ നേടേണ്ട മാർക്ക് 50% ആണ്. അതായത് എത്ര, 100. ഓവറോൾ ആണ്, അതുകൂടി ശ്രദ്ധിക്കുക. ഓവറോൾ 4 പേപ്പറിലും കൂടി കൂടിയിട്ട് നിങ്ങൾ എത്ര വാങ്ങിയാൽ മതി, 100 മാർക്ക് വാങ്ങിയാൽ മതി. 50% ഓവറോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റേജ് പാസ് ആവും, കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആയിട്ടുള്ള CPT നിങ്ങൾ എന്താവും, പാസ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജ് IPCC. IPCCയിൽ 2 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ ഗ്രൂപ്പും ഞാൻ പറയാം, ആദ്യത്തെ ഗ്രൂപ്പിൽ എന്തൊക്കെയാണുള്ളത്. ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പർ, കോർപ്പറേറ്റ് ലോ ആൻഡ് അതർ ലോസ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ടാക്സേഷൻ. ഇത് പുതിയ സിലബസ് ആണ്. ഓക്കെ, അപ്പൊ ഈ പുതിയ സിലബസിലുള്ള കുട്ടികളെ സംബന്ധിച്ചോളം, ജോയിൻ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചോളം പറയേണ്ടത്, കഴിഞ്ഞ സമയത്തൊക്കെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം കുറച്ച് പേപ്പേഴ്സിൽ എന്ത് വന്നിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്, കംപ്ലീറ്റ്ലി ഡിസ്ക്രിപ്റ്റീവ് ആണ്, നമ്മൾ എഴുതി തന്നെ എന്ത് ചെയ്യണം. അതേസമയം കോർപ്പറേറ്റ് ലോ ആൻഡ് അതർ ലോസ് എന്ന് പറയുന്നത് 70% ഡിസ്ക്രിപ്റ്റീവും 30% എന്താണ്, ഒബ്ജക്റ്റീവ് ആണ്. അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ട്, 30% ഉണ്ട്. ഇതിലെ ഓരോ പേപ്പറും 100 ആണ്, ഔട്ട് ഓഫ് 100 ആണ് വരിക. അതായത് 30 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവും 30 മാർക്സ് ഒബ്ജക്റ്റീവും 70 മാർക്സിന് ഡിസ്ക്രിപ്റ്റീവും എന്ന രീതിയിൽ. ഓക്കെ, പിന്നെ വരുന്നത് ടാക്സേഷൻ ആണ്, ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും കൂടിയിട്ട്. ഇതിന്റെ പാസിംഗ് ക്രൈറ്റീരിയ പ്രോപ്പർ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ പാസിംഗ് ക്രൈറ്റീരിയ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈച്ച് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എത്ര വേണം, 40% മാർക്സ് വേണം. അത് ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് മിനിമം എത്ര വേണം, 40% മാർക്ക് വേണം. അത് കൂടാതെ അഗ്രിഗേറ്റ് അത് ഓവറോൾ ആയിട്ട് എത്ര വേണം, 50%
ഇൻ ഓൾ പേപ്പേഴ്സ്. മൊത്തം പേപ്പേഴ്സിലും കൂടെ കൂടിയിട്ട് എത്ര വേണം? 50% മാർക്കും വേണം. ഓരോ പേപ്പറിലും നിങ്ങൾക്ക് 40% മാർക്കും വേണം. ഓരോ പേപ്പറിൽ 40ഉം എല്ലാത്തിലും കൂടി കൂടിയിട്ട് എത്ര വേണം? 50 വേണം. എന്നാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. അതായത് നിങ്ങൾക്ക് ഓവറോൾ ഇത് നാലും കൂടി നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ആയിട്ട് 50% ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു പേപ്പറിൽ മാത്രം 39% ഓഫ് മാർക്സേ ഉള്ളൂ, 39% മാർക്സേ ഉള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ എന്താ? ഫെയിൽ ആണ് എക്സാം. നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞിരിക്കുന്ന 4 പേപ്പേഴ്സും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ഏതിന്റെ അവസ്ഥ? ഗ്രൂപ്പ് 1ന്റെ അവസ്ഥ. ഗ്രൂപ്പ് 2ന്റെ അവസ്ഥ. IPCCയുടെയും ഫൈനൽ എക്സാമിന്റെയും പാസിംഗ് പാറ്റേൺ സെയിം ആണ്. IPCCയുടെയും ഫൈനൽ എക്സാമിന്റെയും പാസിംഗ് പാറ്റേൺ എന്താണ്? സെയിം ആണ്. അതായത് ഓരോ പേപ്പറിൽ 40%ഉം ഓവറോൾ അഗ്രിഗേറ്റ് ആയിട്ട് 50%ഉം നിർബന്ധമാണ്. അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൽ ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ, ഈ പറയുന്ന ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ ഗ്രൂപ്പ് 2 ഫൈനൽ എക്സാം ഏതെങ്കിലും ഒരു പേപ്പറിൽ, എനി പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? 60% ആൻഡ് അബോവ്, അതായത് 60% മാർക്സ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ, ആ പേപ്പർ നിങ്ങൾക്ക് എന്താണ്? എക്സംപ്റ്റഡ്. ആ പേപ്പർ നിങ്ങൾക്ക് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പേപ്പർ ഒഴികെ ബാക്കി 3 പേപ്പർ എഴുതിയാൽ മതി. അതായത് നിങ്ങൾക്ക് ഈ 4 പേപ്പറിൽ നിങ്ങൾക്ക് ഇതിൽ 39 ആണ് കിട്ടിയത്. ഇതിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയത്? 39% ആണ് കിട്ടിയത്. ഇതിൽ നിങ്ങൾക്ക് അറൌണ്ട് ഒരു 45% മാർക്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. സെക്കൻഡ് പേപ്പർ നിങ്ങൾക്ക് 45% മാർക്സ് ഉണ്ട്. തേർഡ് പേപ്പറിൽ നിങ്ങൾക്ക് 50% മാർക്സ് ഉണ്ട്. ഫോർത്ത് പേപ്പറിൽ നിങ്ങൾക്ക് അറൌണ്ട് 65% മാർക്സ് ഉണ്ടെങ്കിൽ ഈ 65% മാർക്സ് വാങ്ങിയിട്ടുള്ള പേപ്പർ ഒഴികെ ബാക്കി 3 പേപ്പറും പാസ്സായതാണെങ്കിൽ കൂടിയും, 40% എന്ന് പറഞ്ഞാൽ പാസ്സാണ്, 50% പാസ്സാണ്, പാസ്സായതാണെങ്കിൽ കൂടിയും ആ 3 പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയേ പറ്റൂ. അപ്പൊ നിങ്ങൾ സ്കോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കണം? 100ൽ 60 മാർക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താകും? 60 മാർക്ക് കിട്ടുന്ന പേപ്പേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അതേസമയം നിങ്ങൾ ഓവറോൾ 50ക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ പേപ്പേഴ്സും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2നും സെയിം ഇഫക്റ്റ് തന്നെയാണ്. ഓക്കെ. ഇപ്പൊ ഗ്രൂപ്പ് 2 അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് ഡിസ്ക്രിപ്റ്റീവ് ആണ് കംപ്ലീറ്റ് ആയിട്ട്. ഓഡിറ്റിംഗ് അഷുറൻസ് ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും കൂടി കൂടിയിട്ടാണ്. എന്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും കൂടിയിട്ടാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സ് ഫോർ ഫിനാൻസ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നെറ്റിൽ നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാം? അതിന് ലിങ്കോ മെറ്റീരിയലോ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? അയച്ച് തരുന്നതായിരിക്കും. ഓക്കെ. ഇനി ഫൈനൽ എക്സാം. IPCC പാസ്സായി നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് പോകും, ഫൈനൽ എക്സാമിലേക്ക് പോകും. അപ്പൊ ഫൈനൽ എക്സാമിനെ സംബന്ധിച്ച് ഫൈനൽ എക്സാമിൽ ടോട്ടൽ 8 പേപ്പേഴ്സ് ആണ് ഉള്ളത്. അത് ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ഗ്രൂപ്പുകളായിട്ടാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, ഏത് ഗ്രൂപ്പാണ് ആദ്യം എഴുതേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അങ്ങനെ ഒരു കൃത്രിതമായിട്ടുള്ള ഒരു രൂപരേഖയൊന്നും ഇല്ല ഇതിന്. നിങ്ങൾക്ക് ഗ്രൂപ്പ് 1 എഴുതണം, നിങ്ങൾ ഗ്രൂപ്പ് 1 എഴുതാം. നിങ്ങൾ ഗ്രൂപ്പ് 2 എഴുതണം, നിങ്ങൾ ഗ്രൂപ്പ് 2 എഴുതിക്കോളൂ, ഒരു പ്രശ്നമില്ല. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് എഴുതണം, അതും പ്രശ്നമില്ല. അതിനൊന്നും പ്രശ്നം. നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് എക്സാമിനാണോ ഏത് ഗ്രൂപ്പാണോ എഴുതേണ്ടത് അത് സ്പെസിഫൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആദ്യം താല്പര്യം, പഠിക്കാൻ എളുപ്പം, ചെയ്ത് കിട്ടാൻ സുഖം ഏതാണ്? ഗ്രൂപ്പ് 2 ആണെങ്കിൽ യു ക്യാൻ രജിസ്റ്റർ ഫോർ ഗ്രൂപ്പ് 2. രണ്ടും കൂടി ചെയ്യാൻ ഉള്ള താല്പര്യം ഉള്ള ആളുകളാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇനി പേപ്പർ 1 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, പേപ്പർ 2 സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പേപ്പർ 3 അഡ്വാൻസ്ഡ് ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്, പേപ്പർ 4 കോർപ്പറേറ്റ് ആൻഡ് എക്കണോമിക് ലോസ്. ഗ്രൂപ്പ് 1 ആണ്. ഗ്രൂപ്പ് 2 വരുന്നത് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് പെർഫോമൻസ്. ഗ്രൂപ്പ് 6 വരുന്നത് ഓക്കെ ഗ്രൂപ്പ് 6 വരുന്നത് റിസ്ക് മാനേജ്മെന്റ്. നോക്കുക, അവിടെ 6A എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. 6A, 6B, 6C, D, E, F. ദെൻ 7th പേപ്പർ ആണ്. അതായത് 1, 2, 3, 4, 5, 6 പേപ്പേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇത് 6 നിങ്ങൾക്ക് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഈ പേപ്പർ 6ൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. എലക്റ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. ഗ്രൂപ്പ് 7 പേപ്പർ 7 എന്ന് പറയുന്നത് ഡയറക്ട് ടാക്സ് ആൻഡ് ലോസ്, ഇന്റർനാഷണൽ ടാക്സേഷനും,
ദെൻ പേപ്പർ 8 എന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് ലോസ് ആണ് വരുന്നത്. ഇത്രയുമാണ് ഫൈനൽ എക്സാമിന്റെ പേപ്പേഴ്സ്. അപ്പൊ ഗ്രൂപ്പ് 2 നിങ്ങൾക്ക് എലക്റ്റീവ് ആയിട്ടുള്ള പേപ്പർ ഉണ്ടായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് സി എ എന്താണ്, ഒരു സി എക്കാരന്റെ ജോബ് എന്താണെന്നുള്ളത്, അതേപോലെ തന്നെ സി എയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും, സി എന്റെ രജിസ്ട്രേഷൻ പേർപ്പസ്, അതോടൊപ്പം തന്നെ സി എ എക്സാം സ്റ്റേജസ്, എക്സാമിന് വരുന്ന പാസിംഗ് ക്രൈറ്റീരിയ, അതോടൊപ്പം തന്നെ സി എയുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ബേസിക്കലി നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ആണ്. ഡയറക്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ 3 കൊല്ലം നിങ്ങൾ പഠിക്കുന്ന ഒട്ടുമിക്ക പേപ്പേഴ്സും ഈ IPSCയിലും ഫൈനൽ എക്സാമിന് വരുന്ന പേപ്പേഴ്സ് ആണ്. അതായത് ബികോം BBA അധികം വരുന്നത് ബികോമാർക്കാണ്. ബികോം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് പഠിക്കുന്ന ആ പേപ്പേഴ്സ് തന്നെയാണ്. അതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് രീതിയിലുള്ള പേപ്പേഴ്സ്, അത് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. CA IPSCയിലും ഫൈനൽ എക്സാംസിലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞു. ഓഡിറ്റിംഗ് മേഖല, ടാക്സേഷൻ മേഖലകൾ, പിന്നെ അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ അഡ്വൈസറി ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ മേജേഴ്സ് ആൻഡ് അക്വിസിഷൻ, ഇപ്പൊ വോഡാഫോണും അതേപോലെ തന്നെ ഐഡിയയും രണ്ടും കൂടി കൂടിയിട്ട് VA ആയിട്ട് മാറി. അപ്പൊ ഇവര് തമ്മിൽ ഒന്നായി മെർജ് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള മെർജിങ് ടൈം പീരീഡിലൊക്കെ ഇതിനൊക്കെ സഹായിക്കുന്നതും ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നതൊക്കെ ആരാണ്, ഈ CA-ക്കാരാണ്. പിന്നെ ബാങ്കിങ് മേഖലകളുണ്ട്, ഔട്ട്സോഴ്സിംഗ് മേഖലകളുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അക്കാഡമിക്സിൽ ഇതിന്റെ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട അക്കാഡമിക്സിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, കോർപ്പറേറ്റ് സെക്രട്ടറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കോർപ്പറേറ്റ് സെക്രട്ടറി ഇങ്ങനെയുള്ള ജോബ് പൊസിഷൻസ്, അതായത് കമ്പനിയുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോവാൻ സാധിക്കുന്നതാണ്. നല്ല ഒരു എന്താ പറയാ, ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഒരു കാര്യം കൂടി പറയുകയാണ് ഞാൻ, നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പേഴ്സൺ, നിങ്ങളുടെ ഫാമിലിയിൽ ഒറ്റ ആള് നല്ല ഒരു ജോബ് പൊസിഷനിലോ നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫാമിലിയുടെ എല്ലാ ആളുകൾക്കും ഗുണമായിരിക്കും. നിങ്ങളുടെ വരും തലമുറയ്ക്കും അതെന്തായിരിക്കും, ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. ഈ നിങ്ങൾ നിങ്ങളിൽ ഒരാൾ വിചാരിച്ചാൽ ഒരു പക്ഷേ ഫാമിലി മൊത്തമായിട്ട് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം കൃത്യമായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക, ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സും ഡിഗ്രി കോഴ്സുകളും കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.